കടായി വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് തേങ്ങാ ചിരകിയത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തതേ ഉള്ളൂ. നല്ലവണ്ണം നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലൈറ്റ് കളറൊന്ന് മാറിയാൽ മാത്രം മതി, അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. വളരെ എളുപ്പത്തിൽ 2 ചേരുവ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സോസ് പാൻ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് ശർക്കരൻ്റെ പൊടിച്ചതാണ്. ഏകദേശം ഒരച്ചിലും കുറച്ച് താഴെയായിട്ട് വരും. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ശർക്കരയ്ക്ക് ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഗോതമ്പ് പൊടിയിലോട്ട് 1 നുള്ളി ജീരകം, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം ഏലക്ക കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏലക്ക ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. നല്ല കട്ടിയിലാണ് വന്നിട്ടുള്ളത്. വീണ്ടും ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ചിട്ട് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ഒന്ന് ലൂസിലായിട്ടൊന്ന് കലക്കിയെടുക്കാം. അധികം ലൂസാവാണ്ട് ഒന്ന് കലക്കിയെടുക്കാം. അങ്ങനെ കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ലൂസിൽ കിട്ടണം. കൈ ഇട്ടിട്ടൊന്നും കലക്കരുത്. നല്ല തിളക്കുന്ന വെള്ളം വെച്ചാൽ കൈ പൊള്ളിപ്പോകും. അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെ വിസ്ക് വെച്ചിട്ടോ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഇപ്പോൾ വരുന്നുണ്ട് ആ തേങ്ങയുടെയും നെയ്യുടെയൊക്കെ. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിയൊന്നും ഇല്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ട് റെഡിയാക്കാം. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതിന് ഒരു 3-4 മണിക്കൂർ വെച്ചാൽ ഇതങ്ങനെ തന്നെ പൊളിച്ച് കിട്ടും. ടൈം ഇല്ല എങ്കിൽ നമുക്കിതിലോട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ, അപ്പക്കാരമില്ലാതെ, അത് കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1 നുള്ള് മാത്രമേ മേടിച്ച് ചേർത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നമ്മൾ ഈ പൗഡർ ഇട്ടിട്ട് വെച്ചിരുന്നാലും എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഈ കലക്കുമ്പം തന്നെ നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലോട്ട് കോരി ഒഴിക്കാൻ പറ്റും. ഇനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ കയ്യിൽ വീതം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി പൊങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡും ഇതേപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.